ന്യൂ ലിറ്റിൽ ഇന്ത്യ. അപ്പോൾ ഒന്ന് പോയി നോക്കാൻ വിചാരിക്കാം അവിടെ എങ്ങനെയുണ്ട്. ഫുഡിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് നോക്കാം. കൊറിയക്കാരെ സിസ്റ്റം എന്താണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. സാധാരണ മലൻ്റെ ചെരുവുകളിൽ അതേമാതിരി കുറേ ചെല്ലുണ്ടാവുക കണ്ടില്ല ഞങ്ങൾ. ഫുള്ള് ആൾക്കാർ താമസിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. ഫുള്ളും താമസിച്ചിരുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. എന്താ പറയുക, ഇൻ്റർനാഷണൽ ആൾക്കാർ ട്രാവൽ ചെയ്ത് വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ. കോയിൻ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് ഈ മരത്തിൻ്റെ ഇതില്ല. ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. അങ്ങനെ നമ്മളെ റൂമിൽ നിന്നും വെളിയിൽ ഇറങ്ങി ബൂസാനിലാണ് നമ്മളുള്ളത്, കൊറിയയിലെ. അപ്പം നമ്മൾ സിറ്റിയിലാട്ടോ, മെയിൻ സിറ്റി ഏരിയയിലാണ്. ഇവിടെ നമ്മൾ അർബൻ സ്റ്റേയിലാണ് ഇന്നലെ താമസിച്ചത്. അപ്പം ഇവിടെ നമ്മൾ സിറ്റിയിലെ കാഴ്ചകൾ, സിറ്റി ടൂറിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇറങ്ങുന്നത്. അത് അടിപൊളിയാണ്. ഞാൻ നോക്കി വെച്ച 4 ട്രാക്കുകളുണ്ട്. ആ ട്രാക്കിലൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കാഴ്ചകളാണ് കാണാനുള്ളത്. ഇപ്പോൾ കൊറിയൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനനെയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊന്നും കമ്പയർ ചെയ്യരുത്. ഇവിടെ വേറെ തന്നെയാണ് സിസ്റ്റം കേട്ടോ. ഏകദേശം ഒരു ഹോങ്കോങ് ലുക്കാണ്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ഇറങ്ങി ഓടുമ്പം തന്നെ നമ്മളെ 7-Eleven പറ്റിയിട്ട് ഞാൻ പറയാറുണ്ടല്ലോ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ. അതേപോലെ GS25 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ 7-Eleven പോലെ കേട്ടോ, ലൈഫ് സ്റ്റൈൽ പ്ലാറ്റ്ഫോം, അങ്ങനെയാണ് അവരുടെ ക്യാപ്ഷന്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും, ഫുഡ് കഴിക്കാൻ. അതേപോലെ ബാക്കി അർജൻറ്റുള്ള സൂപ്പർ മാർക്കറ്റ് പോലത്തെ എല്ലാ സാധനവും 7-Eleven അതേ കാറ്റഗറി തന്നെ കേട്ടോ. ഇത് കൊറിയയിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക, GS25 ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഇഷ്ടംപോലെ എല്ലാ സ്ഥലത്തും ബ്രാഞ്ചസ് ഉള്ള ഒരു സ്ഥാപനമാണ്. നമുക്ക് ആവശ്യമുള്ള ഫുഡുകൾ നോക്കുകയാണ് കേട്ടോ മുഫി. കാരണം നമുക്ക് ഇവിടെയൊക്കെ 7-Eleven പോലെ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പന്നീൻ്റെ ഇതെല്ലാ സാധനവും നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇതിൽ പല കാറ്റഗറി ഉണ്ടാവും. അതിൽ നമ്മൾ അടിച്ചു നോക്കിയാൽ, ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ അടിച്ചു നോക്കിയാൽ പന്നി ഉണ്ടോ ഇല്ലേ എന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ റേറ്റുകൾ നിങ്ങൾ നോക്കുക. നമ്മളെ നാട്ടിൽ ഇവിടെ നമ്മൾ 1 രൂപക്ക് ഇവിടുത്തെ 16 രൂപ കേട്ടോ. അതായത് നമ്മളെക്കാട്ടി മൂല്യം കുറവാണ് കൊറിയയിലെ കാശ്, ജപ്പാൻ പോലെ തന്നെയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ വിലകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ 1500 നമ്മൾ 16 ഡിവൈഡ് ചെയ്താൽ അത്രയും ഇന്ത്യൻ്റെ പൈസയാണ് ഇതിനുണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൊറിയയിൽ വരുമ്പോൾ ഓർക്കുക, 16 രൂപ ഇന്നത്തെ സ്റ്റാൻഡേർഡ് റേറ്റാണ്. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ മാറ്റം വരുമെന്ന് അറിയില്ല. കാരണം മുമ്പ് ഇത് നമുക്ക് 20 രൂപ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞ് ഇന്ത്യൻ്റെ കറൻസി വാല്യൂ ഡോളറിന് അഗെയിൻസ്റ്റ് കുറയുന്നതിനനുസരിച്ചാണ് നമുക്ക് ഉണ്ടാവുക. കിറ്റ്കാറ്റിൻ്റെ ഇത് നമ്മൾ വാലന്റൈൻസ് ഡേ പ്രമാണിച്ചിട്ട് വന്ന സ്പെഷ്യൽ കിറ്റാണിത്. കോഫി എന്തായി കിട്ടിയോ? അതെ, നമ്മൾ സാൻഡ്വിച്ചാണ് വാങ്ങിക്കുന്നത്. ഫുള്ള് നോക്കിയിട്ട് നമ്മൾ പന്നീൻ്റെ ടച്ച് ഇല്ലാത്ത സാൻഡ്വിച്ചാണ് കേട്ടോ വാങ്ങിക്കാൻ നോക്കുന്നത്. കണ്ടിട്ട് ഇല്ല, അതാണ് നമ്മളത് നോക്കിയിട്ട് നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നോക്കിയിട്ട് പറ്റുന്നത് മാത്രം നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത് ലാംഗ്വേജ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഗൂഗിളിൽ ട്രാൻസ്ലേഷൻ വെച്ചിട്ട് നോക്കിയാൽ, ഫോട്ടോ എടുത്ത് നോക്കിയാൽ അറിയാലോ. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മൾ ഇതിനെന്താ വിലടാ? 3100 പോണം. 3100 പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 16 അല്ലേ, അത്രയും പൈസയാണ് വരിക. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100 രൂപേൻ്റെ മേലൊക്കെ വരില്ലേ. എന്തായാലും 100 അല്ല, 200 രൂപേൻ്റെ അടുത്ത്. നമ്മൾ ഏകദേശം നമ്മൾ ഈ തായ്ലൻഡ് അല്ലെങ്കിൽ വിയറ്റ്നാം പോലെയൊന്നല്ല, ഫുള്ള് നമ്മളെ ഹോങ്കോങ് ഒക്കെ പോലെ. ഹോങ്കോങ്ങിനെക്കാട്ടി ഒന്നുകൂടിയും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയത് കേട്ടോ. വൃത്തിയും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട്. പക്ഷേ സെയിം സിസ്റ്റമാണ്. ഒരു 45-50 വർഷം മുന്നേ ഡെവലപ്പായ രാജ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സിസ്റ്റം ആ പഴയ സിസ്റ്റം പ്രകാരമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ സിസ്റ്റം വെച്ചിട്ടല്ല, പക്ഷെ അപ്ഡേറ്റഡാണ്. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. പിന്നെ ഇവരോട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, ലാംഗ്വേജ് വളരെ അബദ്ധമാണ്. ഏതൊരാൾക്കും പെട്ടെന്ന് ഇംഗ്ലീഷ് ആൻസർ ചെയ്യാൻ അറിയില്ല. അറിയുന്ന ആൾക്കാർക്ക് പോലും ആൻസർ ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 7-Eleven പോലെ തന്നെ നമുക്ക് ചൂടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓവൻ ഉണ്ടാവും, നമ്മൾ തന്നെ ചെയ്യണമെന്ന് മാത്രം. പൊളിച്ചയിൽ വെച്ച് നമ്മളതായ രീതിയിലുള്ള എല്ലാ സെറ്റിങ്സും ചെയ്യാം. ഇത് കോഫിയാണ്, ഹോട്ട് വാട്ടർ കിട്ടും കേട്ടോ. ഇവിടെ തണുപ്പ് സ്ഥലമായതുകൊണ്ടാണ് ഹോട്ട് വാട്ടർ കിട്ടും നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ സെൽഫ് സർവീസ് ആയിട്ട് ചെയ്യണം നമ്മൾ.
അതാണ് പ്രത്യേകത. വേസ്റ്റൊക്കെ നമ്മൾ തന്നെ ഇടണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഒരു അച്ചടക്കം പഠിക്കും ഇവിടെ വന്ന്. നാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്ന ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ വളരെയധികം അച്ചടക്കം പഠിക്കും. ഇവിടെ നമ്മൾ നടക്കാൻ വരുമ്പോൾ ഇവിടെ സിഗ്നൽ ഇല്ലാതെ ആരും വാഹനങ്ങളൊന്നുമില്ല. പക്ഷേ സിഗ്നൽ ഇല്ലാതെ ഒരാളും ക്രോസ് ചെയ്യില്ല കേട്ടോ. അതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ ചാടി കയറി ഇതാവും, പക്ഷേ ശരിക്കും പോകാൻ പാടില്ല ഇവിടെ. പിന്നെ ഏകദേശം കണ്ടില്ല നിങ്ങൾ ബോർഡുകൾ കണ്ടോ സ്ഥാപനത്തിൻ്റെ ഒക്കെ ഹോങ്കോങ് പോലെ തന്നെ ഉണ്ടല്ലേ ശരിക്കും. നമ്മൾ സിറ്റി ഹാൾ എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷൻ നോക്കിയിട്ട് പോകും കേട്ടോ, സിറ്റി ഹാൾ. അങ്ങനെ തണുപ്പിൻ്റെ കൊടുത്തിരി തണുപ്പിൽ നമ്മളിങ്ങനെ ബസ്സിന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഒരു കൾച്ചറൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉഗ്രൻ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ബസ്സിൻ്റെ അടുത്തേക്കാണ്. നമുക്ക് എത്താം. അതിൻ്റെ ഇടയിൽ ടൈമിങ് ഭയങ്കര കേട്ടോ. സിഗ്നൽ വരാൻ ഭയങ്കര പണിയാട്ടോ. വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നോക്കുമ്പോൾ ന്യൂ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ബസ്സിൻ്റെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് കേട്ടോ. ന്യൂ ലിറ്റിൽ ഇന്ത്യ. അപ്പോൾ ഒന്ന് പോയി നോക്കാൻ വിചാരിക്കാം അവിടെ എങ്ങനെയുണ്ട്. ഫുഡിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ബൂസാൻ സ്റ്റേഷൻ്റെ തൊട്ട നേരെ ഓപ്പോസിറ്റിൽ തന്നെ കേട്ടോ. ഇന്ത്യക്കാരാണോ പല ബംഗാളികളും ഒക്കെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. അതേപോലത്തെ ആൾക്കാർ റോഡുമിലുണ്ട് കേട്ടോ. ഇത് അസുഖങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ കഞ്ചാവൊക്കെ വലിച്ചിട്ട് സൈഡാവുന്നതാണ്. അത് അവിടെ ന്യൂ ലിറ്റിൽ ഇന്ത്യ. ഭയങ്കര അറക്കലായിരിക്കും കേട്ടോ. ന്യൂ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. കൾച്ചറൽ ഇന്ത്യ. താഴോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. ഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഇൻറ്റീരിയർ ചെയ്തിട്ടാട്ടോ റെസ്റ്റോറൻറ്റുകൾ. ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇരിക്കാനുള്ള കൗണ്ടറുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത സ്പേസ് ഉണ്ടാവും. നല്ല റെസ്റ്റോറൻ്റായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സംഗതി ഉണ്ടാവും കേട്ടോ. ഇതേപോലെ എല്ലാ സെറ്റപ്പും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ദാലും പ്ലെയിൻ റൈസും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ബൂസാനിലെ ലിറ്റിൽ ഇന്ത്യ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ഇതാണ് ഇവിടുത്തെ ബസ് കേട്ടോ. 0 എമിഷൻ ബസ്, ഇലക്ട്രിക് ബസ്സാണ്. ബൂസാൻ ഈസ് ഗുഡ്. ഇതാണ് ഇവരെ ക്യാപ്ഷൻ. ഇതേപോലെ ട്രാക്ക് ബസ്സുകൾ വരുന്ന സിറ്റി കേട്ടോ. മെയിൻ സിറ്റിൻ്റെ ഭാഗങ്ങളിൽ ഓരോ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പുകളാണ് അവിടെ ഇവിടെയൊക്കെ കാണുന്നത്. ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് അതിൽ കൂടെ പോയി. ഒരു ചെറിയ വലിയ റഷ് ഇല്ലാത്ത സിറ്റി കേട്ടോ. സംഭവം ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ വലിയ റഷ് ഇല്ല. ഭയങ്കര തണുപ്പുമാണ്. അങ്ങനെ വന്ന് നമ്മളെവിടേക്ക് കൾച്ചറൽ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ടോ. ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടാണ്, പിന്നെ ഒരു കൾച്ചറാണ്. ഇവരെ പഴയ കൊറിയക്കാരെ സിസ്റ്റം എന്താണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അതൊരു വില്ലേജാക്കി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കൾച്ചറൽ വില്ലേജിൻ്റെ ഒരു പിക്ചർ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ ചുമരിൽ ഇവർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഹൈറ്റുള്ള മലൻ്റെ മുകളിലേക്കാണ് ഇതിൻ്റെ വരുന്നത്. ഒരു പ്രത്യേക ഭയങ്കര വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു പ്രത്യേക രീതിയിലുള്ള സെറ്റപ്പാട്ടോ. കൊറിയൻ കൾച്ചറിനെ കാണിക്കുന്ന വില്ലേജാന്നാണ് പറഞ്ഞത്. കൊറിയൻ്റെ മുമ്പത്തെ വീടാട്ടോ. മുമ്പുണ്ടായിരുന്ന അടിയിലേക്ക് വീടൊക്കെ കണ്ടെങ്കിൽ ഉള്ളക്കുള്ള കയറ്റം കയറുന്ന കിതപ്പോണ്ട് സംസാരിക്കാൻ കഴിയില്ല. കയറ്റം കയറി മതിയായി. കൾച്ചറൽ വില്ലേജിലേക്ക് ഗേറ്റ് ആട്ടോ. വേറെ സെറ്റപ്പാ ഫുള്ള്. അപ്പോൾ കൾച്ചറൽ വില്ലേജിൻ്റെ കയറ്റം കയറി വരുമ്പം തന്നെ കണ്ടെങ്കിൽ ഒരു സിഗ്നലൊക്കെ ആയിട്ട് ഒരു പ്രത്യേക സ്ഥലം കേട്ടോ. സംഭവം കറക്റ്റാണ്. ഒരു തലതിരിഞ്ഞ കോലത്തിലുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. കുട്ടികളെ ഷോക്സുകൾ, മൊത്തം ഷോക്സുകൾ കേട്ടോ. ഓരോരോ ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവമാണ്.
ഇതൊക്കെ ഇവരെ ആർട്ടാണ് കേട്ടോ, ട്രഡീഷണൽ ആർട്ടുകളാണ്. കൊറിയക്കാർക്കും ട്രഡീഷണൽ ഉണ്ട്, കണ്ടില്ല നിങ്ങൾ? ഫുള്ള് ഒരു വില്ലേജിന് ഇവർ അങ്ങനെ തന്നെ നിർത്തിയതാട്ടോ. പഴയ ഇവർ ലൈഫ് സ്റ്റൈലിൻ്റെ വില്ലേജായിട്ട് നിലനിർത്തിയ. ഒരു കഫേയൊക്കെ കണ്ടങ്ങൾ. ഇതിപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള കേട്ടോ. അതിങ്ങനെ തട്ടായിട്ട് നിങ്ങൾ കണ്ട, റോഡുമായിട്ട് തട്ടായിട്ട് ഒരു മല മൊത്തം. സാധാരണ മലൻ്റെ ചെരുവുകളിൽ അതേമാതിരി കുറേ ശല്യമുണ്ടാവുക, ഇത് മൊത്തത്തിലാണ് കേട്ടോ. അങ്ങനെ കയറ്റങ്ങൾ കയറുന്നു ഇറങ്ങുന്നു. ഓരോരോ വില്ലേജിൽ ഇതൊക്കെ ഇവിടെ ആള് താമസിക്കുന്ന സ്ഥലം കൂടി കേട്ടോ. എന്നിട്ട് അവർക്കുള്ള ബിസിനസ് കൂടിയാണ്. പക്ഷെ നല്ലോണം ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്കുള്ള ഭാഗം കേട്ടോ. ഏകദേശം മലൻ്റെ മുകളിൽ വരെ എത്തി. പ്രത്യേക ഭംഗിയില്ലേ, ഓരോരോ പ്രത്യേകത. ഹലോ, ഹായ്. നമ്മളെ ഇന്ത്യക്കാരെ പോലത്തെ ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. ഇന്ത്യക്കാരെന്നാന്ന് തോന്നുന്നു. ശ്രീലങ്കൻ്റെ ആൾക്കാർ കേട്ടോ. ശ്രീലങ്കക്കാരോ? ശ്രീലങ്ക. എന്തൊക്കെ രസങ്ങളാ, ലോകത്ത് എന്തൊക്കെ പ്രത്യേകതകളുണ്ടല്ലേ. ഒരു ഭയങ്കര രസം തന്നെയാണ്. ഇതിൻ്റെ മെയിൻ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഭയങ്കര രസമുള്ളൊരു ഭാഗമുണ്ട് ഇതിന്. വ്യൂല് ടോപ്പിലാണോ വ്യൂ, ഇത് ഇറങ്ങിയിട്ടാണോ എന്നറിയില്ല, ഒന്ന് നോക്കിക്കാൻ കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇത് ഫ്രെയിം ചെയ്യൽ, അത് ഇങ്ങനെ പറഞ്ഞു വേണ്ട. ടൂറിസ്റ്റുകളുടെ എല്ലാ ഹരവും ഉണ്ട്. ഫോട്ടോ എടുക്കാനുള്ള ഭാഗം കേട്ടോ. അതിൻ്റെ നേരെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആണ്. ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് അവിടെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ളത് വ്യൂ പോയിൻ്റാണ്. കണ്ടിങ്ങൾ ഓരോ തട്ടിലും വഴികളാണ്. കണ്ടില്ല നിങ്ങൾ? ഫുള്ള് ആൾക്കാർ താമസിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. ഫുള്ളും വെറും കാഴ്ചയില്ല. തൊട്ടപ്പുറം കടലാണ്, കടലിനോട് ചേർന്നുള്ള ഭാഗമാണ്. നമ്മളിത് അപ്പുറത്ത് നിന്നാണ് നമ്മൾ വന്നത്. ഇവിടുന്ന് മുകളിലേക്കും കാഴ്ചകളുണ്ട്. ഇതിൻ്റെ ഓരോരോ തട്ടിൻ്റെ ഇടയിൽ കൂടി ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയാണ് കേട്ടോ ഉണ്ടാവുക. ഇതേപോലെ കണ്ടങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടുള്ള. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ ബാക്ക് സൈഡിൽ വളരെ ഇറങ്ങിയ സ്ഥലങ്ങളാണ് ഉണ്ടാവുക. അപ്പം വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങളൊക്കെ ആയിരിക്കാം അതിൻ്റെ മുമ്പ് ഇവർ താമസിച്ചിരുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇവിടുന്നാണ് ഒന്നും കൂടിയുള്ള കാഴ്ച കേട്ടോ. ശരിക്ക് ആ താഴെ വരെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഷീറ്റിൻ്റെ ഇത് വന്നു പോയിട്ട് കണ്ടില്ല നിങ്ങൾ? ഒരു വലിയ മല ഏകദേശം. ഇപ്പം ഞാൻ നിൽക്കുന്ന മല ഫുള്ള് കവർ ചെയ്തിട്ടുള്ള, ബാക്കിയുള്ള മലകളാണ് ഇനി പെൻഡിങ് ഉള്ളത്. ഇങ്ങനെ കട്ട് ചെയ്ത് വരും. ഇത് വലിയൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഇവിടുത്തെ കൊറിയയിൽ വന്നു കഴിഞ്ഞാൽ ബുസാനിൽ ഒരു എന്താ പറയുക, ഇൻ്റർനാഷണൽ ആൾക്കാർ ട്രാവൽ ചെയ്ത് വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. കോയിൻ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് ഈ മരത്തിൻ്റെ ഇതിൽ ഒക്കെ ഒരു ആർട്ടിസ്റ്റ് ലുക്കിലാണ് ചെയ്തു വെക്കുന്നത് വർക്ക് മൊത്തം. അപ്പം നമ്മൾ അങ്ങനെ വില്ലേജിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർട്ടിസ്റ്റിക് വില്ലേജ്. ഇത് ശരിക്കും ഗാംചോങ് എന്നാട്ടോ ഇതിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗാംചോങ്. ഗാംചോങ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഗാംചോങ് കൾച്ചറൽ വില്ലേജ്. പണ്ട് കാലങ്ങളിൽ ഇവർ താമസിച്ച രീതിനെ നല്ല ആർട്ടിസ്റ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് കാണിച്ച്. അപ്പം നിങ്ങൾക്ക് ഈ വില്ലേജ് കണ്ടത് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലോകത്തിൽ തന്നെ എണ്ണപ്പെടുന്ന ഒരു കൾച്ചറൽ ഏരിയ ആണ് കേട്ടോ. അങ്ങനെ നമ്മളിതിൻ്റെ ഗേറ്റ് കവാടങ്ങൾ ഇതാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. നമ്മൾ തിരിച്ചു പോകുന്നത് ഇതുപോലുള്ള സ്ഥലത്ത് കൂടിയാണ്. ഇതിൽ കൂടിയൊക്കെ മുഫി നമ്മൾ വരുന്നത് ഗ്രാമത്തിന്റെ വില്ലേജ് ഇടുവഴിയിലൂടെ. അതാണ് പഴയ കൊറിയയിലെ ഇവരെ താമസിക്കുന്ന സ്ഥലം. അങ്ങനെ തന്നെ ഭംഗിയാക്കി നിർത്തിയതാണ്.